ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ തന്നെ വലിയ രീതിയിലുള്ള നടപടികളൊക്കെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി മുൻഗണനാ കാർഡുകളിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടതിൻ്റെ സമയം എത്തിയിരിക്കുകയാണ്. അതായത് പൊതുവിഭാഗം നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് മുൻഗണനാ വിഭാഗ റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് തരം മാറ്റാൻ അർഹരായ കുടുംബങ്ങളിൽ നിന്ന് സർക്കാർ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതിന് അർഹതയുള്ള നീല വെള്ള കാർഡുകളിലെ ആളുകൾക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് മാറുന്നതിന് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. നവംബർ മാസം 25-ാം തീയതി രാവിലെ 11 മണി മുതലാണ് അപേക്ഷ വയ്ക്കേണ്ടത്. ഡിസംബർ മാസം 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുന്നത്. അതായത് ഇന്ന് മുതൽ ഓൺലൈനായി മുൻഗണനാ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹരായ നീല വെള്ള കാർഡുകളിലുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ വയ്ക്കാൻ സാധിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ e-citizen.civilsupplieskerala.gov എന്ന സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. ഇനി മുൻഗണനാ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെയാകുമെന്നാണ് ഇപ്പോൾ എത്തുന്ന സൂചനകൾ. അതോടൊപ്പം മുൻഗണനാ കാർഡുകൾ ആയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അർഹതയില്ലാതെ കൈവശം വെച്ചിരിക്കുന്നവർ ഈ റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ അത്തരത്തിൽ റേഷൻ കാർഡ് സറണ്ടർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതത്തിൻ്റെ കാബോള വില എത്രയാണ് അത് പിഴയായി ഈടാക്കുന്നതായിരിക്കും. മുൻഗണനാ കാർഡുകളിലേക്ക് മാറുവാൻ അർഹതയുള്ള എല്ലാവരും ഈ അവസരം വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.